ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയതും നാഷണൽ എക്സ്പ്രസ് ബസ്സിൽ നിന്ന് തന്നെയാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് എങ്ങടാണ് എന്തിനാണ് വന്നേക്കുന്നതെന്നെല്ലാം ഞാൻ വഴിയേ പറയാം. സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ എല്ലാത്തിലും റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഏർലി മോർണിംഗാണ് എത്തിയത്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ റൂം എടുത്തേക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇത് ഇവിടെയാണ് നമ്മളൊന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കീ വാങ്ങാനായിട്ട് ലാൻഡ് ലോഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വന്ന് കീ ഒക്കെ തന്ന് ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേന് ഞാൻ വീണ്ടും സ്റ്റേഷനിലേക്ക് പോയി. നമ്മുടെ ആനിയമ്മ അവിടെ വന്നിട്ടുണ്ട്. വെൽക്കം ടു ന്യൂ പ്ലേസ്. അങ്ങനെ അവളെയും കൂട്ടി നേരെ ഞാൻ വീട്ടിൽ പോയി. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ പോയെന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിനാണ്. വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് തലാണ, മെത്ത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം വാങ്ങി വീട്ടിൽ വന്ന് കിടന്നെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും എണീറ്റ് ബോക്സുകൾ അൺപാക്ക് ചെയ്യാൻ തുടങ്ങി. മൊത്തത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. 1-2 പെട്ടികൾ മാത്രമേ നമ്മൾ തുറന്ന് സാധനങ്ങളെല്ലാം എംപ്റ്റി ചെയ്തുള്ളൂ. ബാക്കി അതേ കൂട്ട് തന്നെ അവിടെ കിടക്കുകയാണ് ഇപ്പോഴും. അതിനുശേഷം ഞാൻ വിചാരിച്ചെന്നാൽ ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് ഞാൻ നാട്ടിൽ നിന്നല്ല, ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്ത്. അപ്പം അതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു കൗതുകമാണല്ലോ, ജസ്റ്റ് അൺബോക്സ് ചെയ്ത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ പതുക്കെ അതും കൊണ്ടായിട്ടിരുന്നത്. അപ്പം അവൾക്ക് ഈ ട്രാവലൊക്കെ ആയതിൻ്റെ ആയിരിക്കാം നല്ല പനി അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് സർപ്രൈസായിട്ട് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവളും വന്ന്. പിന്നെ അവളും എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് കുറച്ചൊക്കെ. ചേട്ടാ അങ്ങനെയല്ല, ഇങ്ങോട്ട് മാറി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും 2-3 സ്ക്രൂ അവിടെ ഇവിടെയൊക്കെ കയറി പിടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ കുറച്ച് നേരം അതിൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് അധികം ഫുഡൊന്നും കാര്യങ്ങളൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. കാര്യം നമ്മൾ ഈ ട്രാവലും ഇവിടെ വന്നിട്ട് ഒരുപാട് പണിയുണ്ടായിരുന്ന റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കയറിയത് തന്നെ. അപ്പോൾ അതിൻ്റെ തിരക്കും കാരണങ്ങളായിട്ടൊന്നും നമുക്ക് കുക്കിങ്ങൊന്നും നടന്നില്ല. പിന്നെ ഈവനിങ് രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് പോയി ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് അടിച്ച്. പക്ഷെ നല്ല ക്ഷീണമുണ്ട്. കാര്യം ഇന്നലെ ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. ലണ്ടനിൽ നിന്ന് കോവൻട്രിക്ക്, പിന്നെ അതിന് മുമ്പത്തെ ദിവസം ഫുള്ള് നാട്ടിൽ നിന്ന് ലണ്ടനിലെ പാക്കിങ് കാര്യങ്ങൾ, സാധനങ്ങൾ കയറ്റിവിടൽ, അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും രണ്ടുപേരും നല്ല ടയർഡായിരുന്നു. പിന്നെയും കുറേ എന്തെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് കിടക്കാമെന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ഇത് ഇത്രയെങ്കിലും ചെയ്യുന്നത്. അത്യാവശ്യം ഇതെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷൂ എല്ലാം കൊണ്ടുവന്ന ബോക്സ് എങ്കിലും എംപ്റ്റി ചെയ്യാവുന്നല്ലോ എന്നൊരു തോന്നലിലാണ് നമ്മളത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്തായാലും നമ്മൾ രണ്ടും കൂടി ഷൂ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത്, കൂടുതലും അവളുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഒരു പൊട്ടത്തരങ്ങളെ കാണിച്ച് ഫണ്ണാക്കി എൻ്റെ ഉറക്കം കളഞ്ഞവിടെ നിർത്തിയത്. എനിവേ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ദിവസം. അപ്പോൾ തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല കുട്ടി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതിന് അതുവരെ കാണുമ്പോഴേക്കും ബൈ.